നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കപ്സ റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ മന്തിയൊക്കെ വന്നതിന് ശേഷം കുറച്ച് പിന്നിലോട്ട് പോയ ഒരു ഐറ്റം കൂടിയാണിത്. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതുപോലെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നൊക്കെ ഒന്ന് തയ്യാറാക്കി എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഐറ്റം ആണെങ്കിൽ വളരെ ഒത്തിരി അങ്ങ് കുക്ക് ചെയ്യാനൊന്നുമില്ല, സിമ്പിളായിട്ട് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മീഡിയം സൈസിലെ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി, ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരെണ്ണം മതി. ഇനി ഇത് രണ്ടും കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നല്ല കളറുള്ള തക്കാളി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി നമ്മൾ കുക്കർ വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ആണെങ്കിൽ ഓയിലാണെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് പൊടിക്കാത്ത മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ പൊടിക്കാത്ത മല്ലിയില്ലേ, അതുകൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം മസാലകൾ പൊടിക്കാത്തെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും പേസ്റ്റ് ഇല്ലേ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി സമയമൊന്നും ഇളക്കണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സവാളയുടെയും തക്കാളിയുടെയൊക്കെ ഒരു വെള്ളം കുറച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം നന്നായി ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടതെങ്കിൽ അത് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2 സെക്കൻഡെങ്കിലും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളിത് മുഴുവനായിട്ടും കുക്കറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളും കുക്കറിൽ തന്നെ കഴിവതും ചെയ്തെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുള്ള പാത്രം എന്താണോ അതിൽ വേവിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ടെല്ലാം മസാലകളും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയും ചിക്കനും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചിട്ടെടുക്കണം. ചിക്കൻ്റെ എല്ലാ സൈഡിലും മസാല എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത്, നിങ്ങൾക്ക് കളറിലെ ആണ് ഇഷ്ടമെങ്കിൽ റെഡ് യെല്ലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1 കപ്പ് മന്തി റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1.5 കപ്പ് വെള്ളം ഈ കുക്കറിലേക്ക് നമ്മൾ നേരിട്ട് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഡ്രൈ ലെമണൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനത്തെ 1 വിസിൽ വരെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് സ്റ്റീം പോയതിന് ശേഷം തുറന്നിട്ടുള്ളതാണിത്. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കുക്കായി നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഒത്തിരി മസാലകളൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് പണികളൊന്നും ചെയ്യാതെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റം കൂടിയാണ്. എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ നീക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കണ്ട. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.